ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ രമ്യ നിഖിൽ, അജിൻ വർഗീസ് ഇവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വളരെയധികം അരോചകമുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന ഗസ്റ്റുകളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ പറയാൻ ആഗ്രഹിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നതായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. ആ ആങ്കർ ഒരു പുതിയ പയ്യനാണ്. പക്ഷേ വന്നിരുന്ന ഗസ്റ്റുകൾ കഥ ഇന്ന് വരെ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിഖില വിമൽ, മേതിൽ ദേവിക തുടങ്ങിയ ആൾക്കാരാണ് അവിടെ ഗസ്റ്റുകളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആങ്കർ ഒരു പുതിയ പയ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് സാധാരണ പുതിയ ആങ്കേഴ്സ് ഇത്തരം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുടെ മുന്നിൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവർക്കൊരു പേടിയും അല്ലെങ്കിൽ ഒരു തരം സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇവനും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നിലിരിക്കുന്ന ഗസ്റ്റുകൾ അവരുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഇവരുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ മാറി അവരുടെ ഉള്ളിൽ കോൺഫിഡൻസ് വന്ന് അവർ ഒരുപാട് സംസാരിച്ച് ഇവരോട് മിങ്കിൾ ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലാവരും പഠിച്ച് മുന്നോട്ട് വരുന്നത്. എല്ലാ ആങ്കേഴ്സ് അല്ലാതെ ജനിച്ചു വീഴുന്നത് ആരും ആങ്കേഴ്സ് ആയിട്ടല്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരനെ ഈ വന്നിരിക്കുന്ന ഗസ്റ്റുകൾ പുച്ഛഭാവത്തോടെ സംസാരിക്കുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അവൻ അവരോട് അങ്ങനെ മോശമായിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നും ചോദിച്ചിട്ടുമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇവരൊരു തരം തർക്കുത്തരമായിട്ടാണ് മറുപടി പറയുന്നത്. അവരുടെ രീതിയിൽ ചിന്തിച്ച ഒരു പക്ഷേ അത് തമാശയായിട്ടും തഗ്ഗായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു പുതിയൊരാൾ, ഒരു ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആങ്കർക്ക് പെട്ടെന്ന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൻ്റെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസ് അവിടെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഇവരുടെ മറുപടിയും അവൻ്റെ ചോദ്യവും ഒക്കെ നമുക്കൊന്ന് കേട്ടിട്ട് സംസാരിക്കാം. നമ്മൾ ഈ കഥ ഇന്ന് വരെയിലേക്ക് വരുമ്പോൾ അപ്പൊ ഇതിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിന് തന്നെ നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ ആ ഒരു ഡയറക്ടറിന്റെ സെക്കൻഡ് ഫിലിമാണ്. അതെന്താ പേര് അറിയില്ലേ? പോരാത്തതിനാണ് ഈ പടത്തിന്റെ പോസ്റ്ററിനകത്ത് തന്നെ മേപ്പടിയാന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലായിരുന്നു, കാരണം നമ്മള് കഥ ഇന്ന് വരെയുള്ള പ്രൊമോഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയുടെ പേര് പറയുന്നത്. എപ്പോഴാണ് റിലീസ് എന്ന് അറിയാലോ അല്ലേ? 20-ാം തീയതി, സെപ്റ്റംബർ 20-ന്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരാള് സെക്കൻഡ് ഫിലിമിൽ നമ്മളെ വിളിച്ച്. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും മേതിൽ ദേവിക എന്ന് പറയുന്ന വ്യക്തി അവരുടെ ആദ്യത്തെ സിനിമയാണ്. വന്നിരിക്കുന്ന ഒരു ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായിട്ട്, ഡാൻസറാണില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവനൊരു പുതിയ ചെക്കനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ആ ഒരു ഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആദ്യമേ അവർ ചോദിക്കുകയാണ്, ആ സിനിമ എന്നാ റിലീസ് എന്ന് അറിയാമോ? അത് ഇവർക്ക് പറയുന്നൂടെ? ഇവർ പറയേണ്ട കാര്യമല്ലേ? അത് ഇവരുടെ സിനിമയുടെ പ്രൊമോഷൻ അല്ലേ? അവനെന്ത് ഇവരുടെ ജോലിക്കാരനാണോ? ഒന്നും അല്ലല്ലോ. ഇവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവർ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കുന്ന കഴിഞ്ഞാൽ ഇവരെന്തോ കാശ് കൊടുത്ത് നിർത്തിക്കുന്ന ജോലിക്കാരനെ പോലെയാണ്. വളരെ റോങ് ആറ്റിറ്റ്യൂഡ്, പറയാണ്ടിരിക്കാൻ വയ്യ. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോഴേ പറഞ്ഞു നാഷണൽ അവാർഡ് ഉണ്ട്, എന്റെ വീട്ടിൽ നാഷണൽ അവാർഡ് ഉണ്ട്, ഈ പടത്തിൽ അഭിനയിച്ചാൽ എനിക്കൊരു നാഷണൽ അവാർഡിന് ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞു എന്നോട് അങ്ങനെയാ പറഞ്ഞേ. അതായത് എന്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, നിന്റെ വീട്ടിൽ ഒരെണ്ണം വേണമെങ്കിൽ വരാം. അവൻ അവിടെ ഒരു രീതിയിലും റോങ് ആയിട്ടൊരു ചോദ്യമല്ല ചോദിച്ചത്. ഒരു നാഷണൽ അവാർഡ് വാങ്ങിച്ച് ഡയറക്ടറുടെ മൂവിയിലേക്ക് വിളിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം, അതിലൊരു പോരായ്മയും എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ഇവർക്ക് മാന്യമായിട്ട് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷെ അവിടെ അവനെ കളിയാക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ അവൻ പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ, ഇവർക്ക് വന്നിട്ട് തഗ്ഗടിച്ചു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും, അല്ലെങ്കിൽ തഗ് റാണി, തഗ് രാജാവ് എന്നൊക്കെ കേൾക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. പക്ഷേ അവിടെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ കോൺഫിഡൻസിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് എനിക്കുണ്ടായിരുന്നു, മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇന്റർവ്യൂ ചെയ്യുന്നത് മെർലിൻ റീന എന്ന് പറയുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ക്യാരക്ടറാണ്. അതായത് കന്യാദാനം എന്ന് പറയുന്ന സീരിയലിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തി. ആ വ്യക്തി അതേ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത്. അയ്യോ, ഇങ്ങനെയുള്ള ഒരാളാണോ? ഇവരുടെ റിയൽ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമോ? ഈ ഒരു പിക്ചർ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ഈ ഒരു പിക്ചറോട് കൂടിയായിരിക്കും അവരുടെ മുന്നിലിരുന്ന് സംസാരിക്കാൻ ചെല്ലുന്നത്. അവിടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ വ്യക്തി നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതും നമ്മൾ അവരോട് സംസാരിക്കുന്നതും. ഞാനൊരു പുതിയൊരു ആങ്കറുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവനെയും കാഴ്ചയിൽ ഇവൻ്റെ പുതിയ ആങ്കർ തന്നെയാണ്. അവൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഈ മുന്നിലിരിക്കുന്ന ഗസ്റ്റുകൾ ശരിക്കും അവന് കംഫർട്ട് ആക്കേണ്ടതായിരുന്നു. ഇവിടെയാണ് നമ്മൾ മമ്മൂക്കനെയൊക്കെ നമിച്ചു പോകുന്നത്. അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ. ഇത്രയും ഇൻ്റർവ്യൂവിന് നമ്മൾ ആങ്കേഴ്സിനെ അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് വിടുന്ന കണ്ടിട്ടുണ്ട്. ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അങ്ങനെ
രസകരമായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്ത ലെവലിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തേക്ക് നമിച്ചു പോകുന്നത് അവിടെയാണ്. ഇവിടെ ദേ വന്നില്ല, അതിനു മുമ്പേ അങ്ങോട്ട് എടുത്ത് ഉടുക്കുകയാണ്. നോക്കാം ബാക്കി. അല്ലെങ്കിലും നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടാണോ ഈ സിനിമയിലേക്ക് നിങ്ങളെ? അതെ പ്രസിഡന്റിന്റെ പതക്കം മേടിച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നേരെ വന്നിട്ട് ഞങ്ങൾ വിളിക്കുക. ഞങ്ങൾ വിളിക്കുക. അല്ല, ഞാനത് സീരിയസ് ആയിട്ട് ചോദിച്ചത്. അതെ, ഞാൻ സീരിയസ് നാഷണൽ അവാർഡൊക്കെ കഴിഞ്ഞില്ലേ? അത് ഈ പടം ഇപ്പോഴും ഇറങ്ങാൻ പോണേ. അത് കഴിഞ്ഞ് അടുത്ത നാഷണൽ അവാർഡ് വന്നു. അല്ല, ഞാൻ വിചാരിച്ചു നിങ്ങൾ അതിന് മുന്നേ ഈ പടത്തില് ഡിസ്കഷനായിട്ട് വേണ്ടി വിളിച്ച് ഇല്ല, അപ്പൊ പുള്ളി നാഷണൽ അവാർഡ് മേടിക്കാൻ പോയപ്പോയിരുന്നു. കണ്ടില്ലേ, ഓരോ ഉത്തരങ്ങൾ കണ്ടില്ലേ? അവനെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്യാമോ, അല്ലെങ്കിൽ എത്രമാത്രം ഒരു തരം പുച്ഛത്തോടെ. ഞാൻ നിഖിലയെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല. നിഖിലയുടെ കുറേ തഗ് മറുപടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരുതരം പുച്ഛമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. നിഖിലയുടെ ആക്ടിങ്ങും അല്ലെങ്കിൽ നിഖിലയുടെ ഒരു മാനറിസങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ച രീതി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പുച്ഛമാണ്. അതിപ്പോൾ ഹക്കീം ആയിക്കോട്ടെ. ഹക്കീമും ഒരുപാട് പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് അയയാമായിരുന്നു. കാരണം അവനൊരു പുതിയ പയ്യനല്ലേ. അപ്പോൾ അവനെ നിങ്ങൾ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. മാനുഷിക പരിഗണന എന്നൊരു സാധനമുണ്ട്. ഒരുതരം റോസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാനത് തിരുത്താനും തയ്യാറാണ്. പിന്നെ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോ എനിക്കൊരു പ്രത്യേക ഒരു എസ്തെറ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ലൊക്കേഷൻ ഒക്കെ എവിടെ നല്ല രസമുണ്ടല്ലോ, ഭംഗി. കുറെ സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ. അതുകൊണ്ടല്ലേ ലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആ മറുപടി? ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കുറേ സ്ഥലങ്ങളാണ്. ശരിക്കും എനിക്ക് ഇവരുടെ ഓരോ മറുപടി കേൾക്കുമ്പോൾ എല്ലാം തികഞ്ഞവരാണ്. ഞങ്ങളെല്ലാം തികഞ്ഞവർ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വെറും പൊട്ടനാണ്. ആ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. എൻ്റെ അവനെ കണ്ട് നിങ്ങൾക്ക് ലുക്കില്ലാന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അവൻ്റെ സംസാരം നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടുന്നില്ലേ? സാധാരണ ഓരോ ഈ വൈറലാവാൻ വേണ്ടി കുറേ ഡബിൾ മീനിങ് ഡയലോഗുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണല്ലോ. കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പല ഇന്റർവ്യൂസും. അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഇവിടെ പുതിയൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവനോട് അൾട്ടിമേറ്റ് പുച്ഛം. കഷ്ടം. എങ്കിലും സ്ഥലം എവിടെയാണ്? എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലെ എല്ലാ ടെറൈനും ഉണ്ട്. ടെറൈൻ എന്ന് പറഞ്ഞ ഏത് ജില്ലയിലായിട്ട് വരുന്നതാണ്? അല്ല, എങ്കിലും എനിക്ക് പത്തനംതിട്ട പോലെ തോന്നി, എന്റെ നാടാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ തോന്നും. അപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളുള്ള സിനിമ. പിന്നെ എനിക്ക് ട്രെയിലറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അനുബ്രോയാണ്. എന്താ? കാരണം ഇന്ന് വരെ ഒരു സിനിമയിൽ ഞാൻ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ലുക്ക്. അതേപോലെ ഹക്കീം റോയ് രണ്ടുപേരും. അപ്പം അതെന്താ ആ ഒരു എനിക്ക് തോന്നുന്നു ഇടുക്കി ആ ഏരിയ തോന്നില്ലേ? പത്തനംതിട്ടയാണെന്ന് കഴിഞ്ഞപ്പോ അല്ല, ഞാൻ ഇപ്പൊ ഒന്നുകൂടെ നോക്കിയപ്പോ പുള്ളി മറ്റേ ഇതിട്ടോണ്ടിരിക്കുന്ന എന്താ പറയാ, തോർത്ത്. അതപ്പം പത്തനംതിട്ട ആരും ഇടുന്ന കണ്ടിട്ടില്ല. തോർത്തോ? അല്ല, മഞ്ഞത്തിടുന്ന സാധനല്ലേ. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇടുക്കി, വയനാട്. ഓക്കെ, സോ ആ ലുക്ക്, അത് ആ ലുക്കിലേക്ക് എങ്ങനെയാണ് വന്നത്? നാഷണൽ അവാർഡ് ഞാൻ താഴെ നീട്ടാൻ തുടങ്ങിയത്. അത് ശരി. അപ്പൊ അന്ന് നടത്തിയതാണ്. പിന്നെ എന്നാണ് ഇത്? ഒരു വർഷത്തെ താടിയാണ് ഈ പടത്തിന് വേണ്ടി, അല്ലാതെ വേറെ മേക്കപ്പ് അല്ല. ഓക്കെ. അതിപ്പം ഹക്കീം റോയോട് എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, താടി വളരാനുള്ള മരുന്നാണ്. അല്ല, എനിക്ക് അത്യാവശ്യം താടി ഉണ്ടല്ലോ. ഇതിൽ കൂടുതൽ താടിയുടെ ആവശ്യമില്ല, ഇത് മതി. അല്ല, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇത് സീരിയസ് ആണ്, ഇത് ട്രോൾ ചെയ്യല്ലേ? കാരണം കണ്ടോ, അവന് തന്നെ ഒരു ചിന്തയാണ്. എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, എന്നെ ട്രോൾ ചെയ്യല്ലേ. ട്രോളിലുപരി റോസ്റ്റിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അവനായിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, അവനൊരു പുതിയ പയ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുന്നേ ഒന്നും ഞാൻ അങ്ങനെ ഈ ഒരു ചെറുപ്പക്കാരൻ ആങ്കറിങ് അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരാളാണ്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവ് അവൻ്റെ സംസാരങ്ങളിലുണ്ട്. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങളിലുണ്ട്. മുന്നിലിരിക്കുന്ന ആൾക്കാർ അവൻ്റെ കാഴ്ചപ്പാടിൽ ഇത്രയും വലിയ ആൾക്കാരാണ്. എത്ര വലിയ ആൾക്കാർ, സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സെലിബ്രിറ്റി ഇമേജുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെക്കാളും താഴ്ന്ന ഒരാളാണ് താൻ എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് അവൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ചോദ്യങ്ങളും ആ ലെവലിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ മുന്നിരിക്കുന്ന ആൾക്കാരാണ് അവനൊന്ന് കംഫർട്ട് ആക്കേണ്ടത്. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി കൊടുത്താൽ, അല്ലാണ്ട് ഇത്തരം ഒരുതരം തർക്കുത്തരം പോലെ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന ലെവലിൽ മറുപടി കൊടുക്കുക, വെരി ബാഡ് ആറ്റിറ്റ്യൂഡ്. അതിൽ മേതിൽ ദേവിക കണ്ടു കഴിഞ്ഞാൽ അവരെ കവിഞ്ഞ് വേറെ ആരും ഇല്ല ഇൻഡസ്ട്രിയിൽ. ആദ്യത്തെ സിനിമയാണ്, സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ്. ഡാൻസിൽ അവർ ലെജൻഡ് ആയിരിക്കും, പക്ഷേ സിനിമയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരല്പമൊക്കെ ഒന്ന് മുന്നിലിരിക്കുന്ന ആളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാം. പ്രായത്തിൽ കുറവാണെന്ന് നോക്കണ്ട. നിങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുന്നതല്ലേ. അല്ലാണ്ട് നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്കെന്ത് കിട്ടാനാ? അവർക്ക് കിട്ടുന്നത് ഈ ഒരു കോണ്ടന്റാണ്. ഈ ഒരു കോണ്ടന്റ് മാർക്കറ്റ് ചെയ്താൽ അവർക്ക് കാശ് കിട്ടും. അതല്ലാതെ നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യണം, നിങ്ങളുടെ സിനിമ നാട്ടുകാർ കാണണം, അത് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ
അത് നിങ്ങളുടെ ആവശ്യമാണ്. ഒരല്പമൊക്കെ മയപ്പെടാം. എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കാം. സോ അടുത്ത വീഡിയോ കാണാം.